വിഷു സദ്യയുടെ മെയിൻ ആളാണ് ഈ കൂട്ടുകറിയുടെ നേന്ത്രക്കായ, ചേന, കുമ്പളങ്ങ, ക്യാരറ്റ് ഇതൊക്കെ ഇട്ടത് നിങ്ങൾക്ക് ഏത് വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. ഞാനതെല്ലാം ചേർത്തത് അതെല്ലാം ഞാൻ കഴുകി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പണി എളുപ്പത്തിന് വേണ്ടി ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കടലപ്പരിപ്പ് ഞാൻ കുക്കറിൽ വെച്ച് വേവിച്ചിട്ട് കടലപ്പരിപ്പ് വേവിക്കും. ഇതൊക്കെ ചേർത്തിട്ടാണ് കൂട്ടുകറി ഉണ്ടാക്കുക. വളരെ ഈസിയാണ് കൂട്ടുകറി ഉണ്ടാക്കുക. പക്ഷെ അതേസമയം വളരെ ടേസ്റ്റുള്ള ഒരു കറിയാണ്. നോക്കൂ, ഇതെല്ലാം അരിഞ്ഞ് ഇങ്ങനെ സ്ക്വയേഴ്സായിട്ട് ചെറിയ ചെറിയ സ്ക്വയേഴ്സായിട്ട് അരിഞ്ഞ് കായ, ക്യാരറ്റ്, കുമ്പളങ്ങ, ചേന. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വെള്ളരിക്ക വേണമെങ്കിൽ വെള്ളരിക്ക ഇടാം, അതൊക്കെ ഇടാം. അതിന് കടലപ്പരിപ്പ് വേവിച്ച് വെച്ചു. അപ്പോൾ പിന്നെ പണി എളുപ്പം കഴിക്കും. ഇനിയിപ്പോൾ ഇത് നമുക്ക് നോക്കാം. അതിന് കുറച്ച് വെള്ളം ഒഴിക്കാം കേട്ടോ. വെള്ളം തളിക്കും. എന്നിട്ട് വെജിറ്റബിൾസ് ഇടാം. കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം. ഒരു നുള്ള മഞ്ഞൾപ്പൊടി. വെള്ളം തിളച്ചു. മഞ്ഞളിട്ടിട്ടുള്ള വെള്ളം തിളച്ചിടാം. ഈ കഷ്ണം വേവിക്കാത്തു കേട്ടോ. കുമ്പളങ്ങ, ചേന, കായ, ക്യാരറ്റ് കേട്ടോ. വെള്ളം കുറവാണെങ്കിൽ നമുക്ക് വീട് ചേർത്തോളാം. കിടന്ന് വേണം. അധികം വെള്ളം വേണ്ട. റിബലിടാം. നമ്മൾ വെന്തു ഇതുപോലെ നമുക്ക് നല്ല പോലെ വെന്തു. കൂടുതൽ വെന്ത് ഉടയാൻ പാടില്ല. ഇനി നമ്മൾ ചെയ്തത് ശർക്കരയാണെങ്കിൽ ശർക്കര ഇതെല്ലാമായിട്ട് ഇടാം. ഞാൻ ലിക്വിഡ് ഉണ്ടാക്കി വെച്ചിട്ട് അത് ഇതിലൊഴിച്ചു. 2 ടീസ്പൂൺ ശർക്കര ഒഴിച്ചു. ഇത് കൂട്ടുകറിക്ക് മധുരം ആവശ്യം. കുരുമുളക് മാത്രമേ ഇടുള്ളൂ. ചുവന്ന മുളക് ഇടില്ല കൂട്ടുകറി. കുരുമുളക് പൊടി ഇട്ടു. ഇനി ഇതൊന്ന് വെന്ത് വേണം. ഇനി ഇതിൽ ശർക്കരയിൽ കിടന്ന് വേണം. ഇത് തേങ്ങ വറക്കാൻ വെച്ചിരിക്കുന്നു കേട്ടോ. തേങ്ങ സിമ്മിലിട്ടിട്ട് വറക്കാൻ വെച്ചു. വറുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിലരച്ച് നല്ലോണം വെള്ളം വറ്റി ശർക്കരയും കുരുമുളകും ഒക്കെ ചേർന്നു. ഇനി നമുക്ക് കടലപ്പരിപ്പ് ചേർക്കാം. കടലപ്പരിപ്പ് കുറച്ച് പരിപ്പ് മതി. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചേർക്കാം. എത്ര കടലപ്പരിപ്പ് ഒരു ചെറിയ പാത്രത്തിൽ കുറച്ച് ചേർക്കാം. കടലപ്പരിപ്പ് കൂടുതൽ ചേർക്കാം. ഇതിൽ കടലയും ചേർക്കാം. ഇനി ഇതൊന്ന് പാകമാണ്. അപ്പോൾ കുരുമുളക് ഇട്ടു ഞാൻ. അത് കഴിഞ്ഞ് പിന്നെ ശർക്കര ഒഴിച്ചു, കടലപ്പരിപ്പ് ചേർത്ത്, ഉപ്പിട്ടു കേട്ടോ. എന്നിട്ടാണ് പിഴിഞ്ഞ് കിടക്ക് വേണം കേട്ടോ. അധികം വെന്തുടയാൻ പാടില്ല. കുലുന്നനെ കിടക്കണം. ചുമക്ക വറുത്തിട്ട് വേണം നാളികേരം ശരിയാണ്. അത് നാളികേരം വറക്കാൻ കുറച്ച് ടൈം എടുക്കും. അതിനാണ് നാളികേരം വറുത്ത് ഫ്രിഡ്ജിൽ വെക്കാറ്. അതുകൊണ്ട് എൻ്റെ കയ്യിൽ ഇല്ല. അതുകൊണ്ടാണ്. അതിപ്പോൾ ടിപ്സ് പറയുമ്പോൾ ഞാൻ പറയില്ലേ നാളികേരം വറുത്ത് വെക്കണം. ശ്രദ്ധിക്കുക, നാളികേരം വറുത്തുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ വക എരിശ്ശേരി അതുപോലെ കൂട്ടുകറിയൊക്കെ ഉണ്ടാക്കാം. എളുപ്പമാണ്. ചോപ്പ് നിറം വരെ നന്നായി ഫ്രൈ ചെയ്തു. ഇനി എന്ത് ചെയ്യണമെങ്കിൽ ഇപ്പോൾ ചൂടാറി കഴിഞ്ഞിട്ട് അത് മിക്സിയിലിട്ട് അരക്കും. ഒരു തരി ജീരകം മാത്രം. കണ്ടാ ഇനി ഇതിലിടാം. തീ ഓൺ ചെയ്യട്ടെ. ഇതിൻ്റെ മണം എല്ലായിടത്തും സദ്യയിലെ ഏറ്റവും അധികം മണം വരുന്ന ഒന്നാണ് കൂട്ടുകറി. എന്നുവെച്ചാൽ ഈ തേങ്ങ വറുത്തിടുന്ന ആദ്യം. അതുകൊണ്ടാണ് ഇതിന് കൂട്ടുകറി എന്ന് പറയുന്നത്. എല്ലാ വെജിറ്റബിൾസും ഉണ്ട്. അതിന് പുറമെ തേങ്ങ വറുത്തിട്ടുള്ള ഇത് എരിശ്ശേരി അല്ല. എരിശ്ശേരി വേണം. ഇതാണ് തൃശ്ശൂർക്കാരുടെ കൂട്ടുകറി. തെക്കൻ സൈഡിലൊക്കെ ആകുമ്പോൾ കടലയാണ്. ഇത് ഞങ്ങൾ കടലപ്പരിപ്പാണ്. ഉപ്പുണ്ടോ നോക്കട്ടെ കേട്ടോ. ഉപ്പ് ചേർത്ത് നല്ല സ്വാദ്. ഈ കടുക് വറുത്ത് കടുകിട്ടു, മുളകിട്ടു, നെയ്യാണ് ഒഴിച്ചത് കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കുന്നത്. കടുക് വറുത്തിടാൻ നെയ്യ് ഉപയോഗിക്കും. നെയ്യ് ഉപയോഗിച്ചാൽ കൂടുതൽ ടേസ്റ്റാണ്. കൂട്ടുകറിക്ക് നെയ്യാണ്. കടുക് വറുത്തിടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് കൂട്ടുകറിയിൽ നെയ്യ് കൊണ്ട് വറുക്കും. നെയ്യ് ചേർത്ത് വറുക്കണം. നെയ്യ് കൊണ്ട് കടുക് വറുക്കണം. കടുക് വറുത്ത്
നല്ല കൂട്ടുകറി ഇടാം. കടലപ്പരിപ്പും എല്ലാ വെജിറ്റബിൾസും ചേർന്നിട്ട് ടേസ്റ്റ് ഉണ്ടോ നോക്കട്ടെ. ഭയങ്കര ടേസ്റ്റ്. സദ്യയിലെ ഏറ്റവും വമ്പനാണ്. അതില്ലെങ്കിൽ സദ്യ ഇല്ല. നിങ്ങൾ എരിശ്ശേരി വെച്ചില്ലെങ്കിലും കൂട്ടുകറി ഉണ്ടാക്കാം. വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ. ഉണ്ടാക്കി നോക്കണേ അവിടുത്തെ വിഷയം കേട്ടോ. ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യോ, ഷെയർ ചെയ്യോ, സബ്സ്ക്രൈബ് ചെയ്യോ. വിഷു സ്പെഷ്യലാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. കമൻസ് എഴുതണം പ്ലീസ്. നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വളരെ ആവശ്യമാണ്.